ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MS വേർഡിലുള്ള റിവ്യൂ ടാബിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ടാബ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെന്റിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ എന്തെങ്കിലും എറർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ താഴെ റെഡ് മാർക്ക് വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഈ ഒരു കമാൻഡിന്റെ സഹായത്തോടെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ റെഡ് ലൈൻ ആകുമ്പോൾ റെഡ് അണ്ടർലൈൻ ആണ് ഒരു വേർഡിന് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രീൻ അണ്ടർലൈൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ റെഡ് കളർ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ സൂചിപ്പിക്കുന്നു, ഗ്രീൻ കളർ ഗ്രാമർ മിസ്റ്റേക്കിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡോക്യുമെന്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്താണ്, കുറച്ച് എറേഴ്സ് വരുത്താണ്. എന്താണ് സംഭവിക്കാൻ നോക്കാം. ഓക്കെ, കുറച്ച് എറേഴ്സ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഈ എറേഴ്സ് വന്നിടത്തൊക്കെ ഈ ഒരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമാൻഡ് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതുണ്ടായിരിക്കും, നമുക്ക് ഇങ്ങനെ സജഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ മൗസ് പോയിന്റർ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ വരാന്നുള്ളതാണ് ഇവര് പറയുന്നത്. നമുക്ക് നമ്മുടെ ഓപ്ഷൻ ഇതിലില്ല. അടുത്ത് നോക്കി നോക്കാം. അടുത്ത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് നമ്മൾ വെച്ചിട്ടുള്ള എറർ അതോട് കാണിക്കും. നമുക്കുള്ള സജഷൻസ് ഉണ്ടായിരിക്കും താഴെ. അപ്പൊ ഐഡിയ ആണോ വേണ്ടത്, വീഡിയോ ആണോ, ഇതിൽ ഏതാണ് വേണ്ടത്, നമുക്ക് ഏതാണോ നമുക്കവിടെ വേണ്ടത് അത് സെലക്ട് ചെയ്യാം, കറക്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യാം. അടുത്ത് നോക്കൂ, സൈഡ് ബാർ എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണിക്കും എന്തൊക്കെ സജഷൻസ് ആണ് അവർ പറയുന്നതെന്നുണ്ടാവും. അതിൽ നമുക്ക് ഏതാണ് അവിടെ ശരിയായിട്ടുള്ളത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിലാണ് കുറച്ചുകൂടി, ആകെ 3 ഓപ്ഷൻ അവർ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്, സേവ് ഒന്നായിരുന്നു വേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എറേഴ്സ് ഒക്കെ തിരുത്തുക. നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിലോട്ട് പോവുക. അപ്പൊ അവർ കാണിക്കും, അങ്ങനെ നമുക്ക് കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു തരും. അതിൽ ഏതെങ്കിലും ആണ് നമുക്ക് അവിടെ ചൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തതാണ് തെസോറസ്. അപ്പൊ ഈ തെസോറസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇത് നമ്മളൊരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരേ വേർഡിനെ വീണ്ടും വരികയാണ്, റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിലൊരു വേർഡിന് അതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന വേർഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അതായത് തെസോറസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന സമയത്ത് അതിലൊരു വേർഡ് വന്നു, നെക്സ്റ്റ് വീണ്ടും ആ വേർഡ് റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതേ മീനിങ് ഉള്ള വേറൊരു വേർഡ് യൂസ് ചെയ്യാം. അതിനാണ് തെസോറസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ലുക്ക് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് പകരം വേറൊരു വേർഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് തെസോറസ് പോവാം. കണ്ടില്ല, നമുക്ക് ഇവിടെ കാണിച്ചു തരാം ഇതൊക്കെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ തെസോറസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ഉള്ള വേറൊരു വേർഡ് നമ്മൾ അതിന് പകരം യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്തതാണ് വേർഡ് കൗണ്ട്. വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിൽ എത്ര വേർഡ്സ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, എത്ര പാരഗ്രാഫ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് വേർഡ് കൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാണ്, കൺട്രോൾ ചെയ്യുക, എന്നിട്ട് വേർഡ് കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിൽ കണ്ടില്ലേ എത്ര പേജസ് ഉണ്ട്, എത്ര വേർഡ്സ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പാരഗ്രാഫിന്റെ മാത്രം നോക്കാൻ പറ്റും. ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുക, എന്നിട്ട് വേർഡ് കൗണ്ട് പോവുക. കണ്ടില്ലേ, അപ്പൊ ഇങ്ങനെ വരും. അടുത്തത് ട്രാൻസ്ലേറ്റ് ആണ്. ട്രാൻസ്ലേറ്റ് നമുക്കറിയാം, ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലോട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു വേർഡിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡിനൊക്കെ നമുക്ക് മറ്റൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്താണ് കമന്റ്. കമന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ന്യൂ കമന്റ്, എങ്ങനെയാണ് കമന്റ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ട്, നമുക്കത് നോക്കാം. അപ്പൊ കമന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ഒരു വേർഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും നോട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഒരു കമന്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ സപ്പോസ് എനിക്ക് ഇതിനൊരു കമന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, മൗസ് പോയിന്റർ കൊണ്ടുവെക്കാം, എന്നിട്ട് ന്യൂ കമന്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ല, ഇങ്ങനെ വരും. എന്നിട്ട് അവിടെ നമുക്ക് എന്ത് കമന്റ് ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. അങ്ങനെ എത്ര കമന്റ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ക്ലിക്ക് ചെയ്യാം, ന്യൂ കമന്റ് ക്ലിക്ക് ചെയ്യാം, എന്താണോ കമന്റ് വേണ്ടത് അത് എൻ്റർ ചെയ്യാം.
കണ്ടില്ലേ? ഇങ്ങനെ ഞാനൊരു 4 കമന്റ്സുകൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇവിടെ പ്രീവിയസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഏത് കമന്റിലാണ് നിൽക്കുന്നത് അതിന്റെ മുന്നേ ഉള്ള കമന്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. പ്രീവിയസ് നിൽക്കുന്ന സമയത്ത് കണ്ടോ, തൊട്ട് മുന്നേ ഉള്ളതിലോട്ട് ഇങ്ങനെ പോകും. അതുപോലെ നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത കമന്റിലോട്ടായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് വരുന്ന കമന്റിലോട്ടായിരിക്കും പോകുന്നത്. അതുപോലെ നമുക്ക് ഇനി ഏതെങ്കിലും കമന്റ് ഡിലീറ്റ് ആക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കമന്റ് ആണോ ഡിലീറ്റ് ആക്കേണ്ടത് അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവെക്കുക. എന്നിട്ട് ഡിലീറ്റ് എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡിലീറ്റ് എന്ന് മാത്രം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത് അത് മാത്രം ഡിലീറ്റ് ആയി പോവുള്ളൂ. നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിലുള്ള എല്ലാ കമന്റും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഓൾ കമന്റ്സ് ഇൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിലെ എല്ലാ കമന്റ്സും പോയിട്ടുണ്ട്. അടുത്തതാണ് ട്രാക്കിംഗ് ഗ്രൂപ്പ്. അപ്പൊ ഈ ട്രാക്കിംഗ് ഗ്രൂപ്പിൽ ഫസ്റ്റ് പറയുന്നത് ട്രാക്ക് ചേഞ്ചസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഡോക്യുമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ട്രാക്കിംഗ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാക്ക് ചേഞ്ചസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ട്രാക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രാക്ക് ചെയ്യാം. ഈ ചേഞ്ചസ് വരുത്തിയതിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഈ ഒരു ട്രാക്ക് ചേഞ്ചസ് ആക്റ്റീവ് ആക്കണം. അപ്പൊ ഈ ട്രാക്ക് ചേഞ്ചസ് ആക്റ്റീവ് ആക്കാൻ ആദ്യം ഇവിടെ പോവുക, ട്രാക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ട്രാക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ബോൾഡ് ആക്കാണ്. കണ്ടില്ലേ, ഇവിടെ കാണിക്കും എന്ത് ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ബോൾഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടോ. ഞാൻ ഇറ്റാലിക് ആക്കിയിട്ടുണ്ട്. അതുപോലെ അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമന്റ് കൊടുത്ത് നോക്കാം. ഇതിന്റെ മേലൊക്കെ ഒരു ഡാഷ്ഡ് ലൈൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു ട്രാക്കിംഗ് ഓൺ ആണ്, ആക്റ്റീവ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. പുതിയ നമുക്ക് ഇൻസെർട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം, ഷോ മാർക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കാണിക്കേണ്ട രൂപമാണ്. അതായത് ഇപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ട്രാക്ക് ചേഞ്ചസിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയതാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കിവിടെ ഇത്രയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ബോൾഡ് ആക്കിയിട്ടുണ്ട്, ഇറ്റാലിക് ആക്കിയിട്ടുണ്ട്, അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ വരാൻ കാരണം എന്താണ്? ഇവിടെ ഈ ഷോ മാർക്കപ്പിൽ കണ്ടില്ലേ, ഈ 3 ഓപ്ഷൻ ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഈ ഒരു ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിക്ക് ഒഴിവാക്കിയാല് കണ്ടില്ലേ, ഫോർമാറ്റ് ചെയ്തത് മാത്രം അതൊക്കെ പോകും, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. കമന്റ് ചെയ്തതൊന്നും പോകില്ല. ഈ ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ബോൾഡ് ആക്കുക, ഇറ്റാലിക്സ് ആക്കുക, അതൊക്കെയാണ് ഫോർമാറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഈ ഫോർമാറ്റ് ആക്കിയതൊക്കെ ഒന്ന് പോകും. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് 3 ടിക്ക് ചെയ്യാം. ഈ കമന്റ് ചെയ്തത് വേണ്ടാന്നുണ്ടെങ്കിൽ കമന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതില്ല ടിക്ക് ഒഴിവാക്കുക. കണ്ടില്ലേ, കമന്റ് ചെയ്തത് ഇവിടെ കാണില്ല. പിന്നെ ബലൂൺസ് ഇതൊക്കെയാണ് ബലൂൺസ് എന്ന് പറയുക. ഈ സൈഡിലാണ് ബലൂൺസ് ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് ഇത് ബലൂൺസ് ആയിട്ടാണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക. കണ്ടില്ലേ, ഷോ റിവിഷൻസ് ഇൻ ബലൂൺസ്. നമുക്ക് ബലൂൺസിലായിട്ടാണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക. കണ്ടോ, ഓരോന്നും ബലൂൺസിലായി. ഇതാണ് ബലൂൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഷോ ഓൾ റിവിഷൻസ് ഇൻലൈൻ ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞാൽ ഈ ബലൂൺസ് കൊടുത്തതൊക്കെ പോവും. അതിന് പകരമായി ഇതാണ് ഇൻലൈൻ ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഷോ ഓൺലി കമന്റ്സ് ആൻഡ് ഫോർമാറ്റിംഗ് ഇൻ ബലൂൺസിൽ കമന്റ് ചെയ്തതും ഫോർമാറ്റ് ചെയ്തതും മാത്രം കാണിക്കണമെന്നുണ്ടെങ്കിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇവിടെ കമന്റ് ചെയ്തതും ഫോർമാറ്റ് ചെയ്തതും മാത്രമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിവ്യൂയിങ് പെയിൻ എന്താണെന്ന് നോക്കാം. റിവ്യൂയിങ് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാക്ക് ചേഞ്ചസ് ചെയ്തല്ലോ. അപ്പൊ ഈ ട്രാക്ക് ചേഞ്ചസ് ചെയ്തത് റിവ്യൂ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിനാണ് റിവ്യൂയിങ് പെയിൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വ്യൂ ചെയ്യിക്കാം, അതുപോലെ വെർട്ടിക്കലായിട്ടും ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ആണുള്ളത്, റിവ്യൂയിങ് പെയിൻ, വെർട്ടിക്കൽ. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വരും. നമുക്ക് എന്തൊക്കെ നമ്മൾ മാറ്റം വരുത്തി എന്നുള്ളത് ഇവിടെ ഒരു കാണിക്കുന്നത് കാണാം.
അതുപോലെ തന്നെ നമുക്കിത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിവീൻ പെയിൻ ഹൊറിസോണ്ടൽ എന്ന് കൊടുത്താൽ മതി. കണ്ടില്ലേ, അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വരും. നമുക്ക് ഈ എല്ലാ ചേഞ്ചസും ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ചസ് വരുത്തിയതൊക്കെ മാറ്റി പഴയ പോലെ തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻസ് കൊടുത്താൽ മതി. ഈ ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ട്രാക്കിങ്ങിൽ ഇത്രയാണ് പറയാനുള്ളത്. അടുത്തത് ചേഞ്ചസ് ആണ്. ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചേഞ്ചസിൽ അക്സെപ്റ്റ് ഉണ്ട്, റിജക്റ്റ് ഉണ്ട്. അപ്പൊ ഈ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ട്രാക്ക് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഡോക്യുമെന്റിൽ ട്രാക്ക് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ അക്സെപ്റ്റ് ആൻഡ് മൂവ് ടു നെക്സ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത ഏത് കമാൻഡാണ് നമ്മൾ ചേഞ്ച് വരുത്തിയത് അതിലോട്ട് മൂവ് ചെയ്യാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് അക്സെപ്റ്റ് ആൻഡ് മൂവ് ടു നെക്സ്റ്റ് കൊടുത്തു. കണ്ടോ, ഈ ഫസ്റ്റ് നമ്മൾ ചേഞ്ച് വരുത്തിയത് അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് അടുത്തത് എവിടെയാണോ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അതിലോട്ട് മൂവ് ചെയ്തു. അതുപോലെ അക്സെപ്റ്റ് ദിസ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെയാണ് മൗസ് പോയിന്റ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് അക്സെപ്റ്റ് ദിസ് ചേഞ്ച് എന്ന് കൊടുക്കുന്ന സമയത്ത് അതെന്താക്കും, അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, അതിനെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അക്സെപ്റ്റ് ഓൾ ചേഞ്ചസ് എന്നാവുമ്പോൾ അത് കൊടുത്താൽ എല്ലാ ചേഞ്ചസും ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ചേഞ്ചസും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ റിജക്റ്റ് ഉണ്ട്. റിജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ റിജക്റ്റ് ആൻഡ് മൂവ് ടു നെക്സ്റ്റ്, മറ്റേ അക്സെപ്റ്റിന്റെ പോലെ തന്നെ റിജക്റ്റ് ചെയ്തിട്ട് അടുത്തതിലോട്ട് മൂവ് ചെയ്യിക്കാനാണ് റിജക്റ്റ് ആൻഡ് മൂവ് ടു നെക്സ്റ്റ് കൊടുക്കുന്നത്. കണ്ടോ, അതിനെ റിജക്റ്റ് ചെയ്തു. അടുത്തത് റിജക്റ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അതിനെ റിജക്റ്റ് ചെയ്യാൻ. ഇതിന് വേണ്ടാന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് റിജക്റ്റ് ഓൾ ചേഞ്ചസ് കൊടുത്താൽ എല്ലാ ചേഞ്ചസും നമ്മൾ എവിടേക്കാണോ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അതൊക്കെ റിജക്റ്റ് ആവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ മെയ്ക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ട്. മെയ്ക്കിന് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു, അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് അക്സെപ്റ്റ് ആൻഡ് റിജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനൊക്കെയാണ് ഈ ഒരു കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രീവിയസും നെക്സ്റ്റും ഉണ്ട്. അപ്പൊ പ്രീവിയസും നെക്സ്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പ്രീവിയസ് ആകുമ്പോൾ തൊട്ട് മുമ്പേ ഉള്ള ട്രാക്കർ ചേഞ്ചിലോട്ട് മാറാനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആകുമ്പോൾ ഇനി വരുന്ന അടുത്ത ട്രാക്കർ ചേഞ്ചിലോട്ട് മാറാനാണ് ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അടുത്തത് റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് ആണ്. അതായത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ഈ ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ റെസ്ട്രിക്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് വരും. അപ്പൊ അതിൽ ഫസ്റ്റ് ഫോർമാറ്റിംഗ് റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് ഫോർമാറ്റിംഗ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിലോട്ട് പിന്നെ നമുക്ക് ഫോർമാറ്റുകളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ബോൾഡ് ആക്കാനോ ഇറ്റാലിക് ആക്കാനോ അണ്ടർലൈൻ കൊടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ ഹോമിൽ പോയിട്ട് കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ എനാബിൾ ആണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ യെസ് സ്റ്റാർട്ട് എൻഫോഴ്സിംഗ് പ്രൊട്ടക്ഷൻ, നമുക്ക് പ്രൊട്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. ഓക്കെ അടിച്ചു. അപ്പൊ നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്ത് എന്താണ് അതിലോട്ട് ഫോർമാറ്റഡ് റെസ്ട്രിക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കൂ, ഇപ്പൊ ഇവിടെ ഇതിലോട്ട് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം കണ്ടില്ല ഇതൊക്കെ ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഫോർമാറ്റഡ് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ വേണ്ട, ഒരു സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോവുക, ക്ലിക്ക് ചെയ്യാം. അപ്പൊ വീണ്ടും നമ്മുടെ ഇത് അൺപ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫോർമാറ്റിംഗ് റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. അടുത്തത് എഡിറ്റിംഗ് റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് അലോ ഓൺലി ദിസ് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഇൻ ദി ഡോക്യുമെന്റ്. അതായത് നമുക്ക് ഇതൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ അലോ ഓൺലി ദിസ് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഇൻ ദി ഡോക്യുമെന്റ് എന്നിട്ടുള്ള ഈ ഒരു കോളം സെലക്ട് ചെയ്യാണ്. അപ്പൊ അവിടെ എന്താണ് പറ്റുക, നമുക്കിപ്പം ട്രാക്കർ ചേഞ്ചസ് മാത്രം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കമന്റ്സ് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫില്ലിംഗ് ഇൻ ഫോംസ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു കമന്റ്സ് മാത്രം കൊടുക്കാണ്. ഓക്കെ, എന്നിട്ട് യെസ് സ്റ്റാർട്ട് എൻഫോഴ്സിംഗ് പ്രൊട്ടക്ഷൻ കൊടുക്കുക. പാസ്വേഡ് ചോദിക്കും, എന്തെങ്കിലും പാസ്വേഡ് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോ
നമുക്ക് ഇതിലോട്ട് ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, ഫോർമാറ്റിംഗ് ഒന്നും പറ്റില്ല. നമുക്ക് കമന്റ് ആഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കമന്റ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ല, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് മാത്രമാണോ ചെയ്യേണ്ടത് അത് നമുക്ക് അങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് പ്രൊട്ടക്ഷൻ കൊടുക്കുക, പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഡോക്യുമെന്റിൽ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്താൽ മതി, ചിലത് എഡിറ്റ് ചെയ്യേണ്ട. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉള്ളത്, ഓപ്ഷനിലായിട്ടുള്ള ഈ ഓപ്ഷൻ ഉള്ളത്. നമുക്കിപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആദ്യം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യണം കേട്ടോ, ഏതൊക്കെ ഭാഗം മാത്രമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം. എനിക്ക് ഈ ഫസ്റ്റത്തെ ഈ ഒരു പാരഗ്രാഫ് വേണം, എഡിറ്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു തേർഡ് പാരഗ്രാഫും എഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടെണ്ണം, ഈ രണ്ട് പാരഗ്രാഫും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ ഒരു കോളം സെലക്ട് ചെയ്യുക. എന്നിട്ട് യെസ് സ്റ്റാർട്ട് എൻഫോഴ്സിംഗ് പ്രൊട്ടക്ഷൻ കൊടുക്കുക. എന്നിട്ട് വീണ്ടും പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. നമുക്ക് ഈ ഒരു നമ്മുടെ ഏതൊക്കെ പാരഗ്രാഫാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൽ മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. കണ്ടില്ല, അതിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യാത്തതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഉണ്ട് ഫൈൻഡ് നെക്സ്റ്റ് റീജിയൻ. അതായത് നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് റീജിയൻ ഏതാ, ഇതല്ലേ അടുത്തത്, എവിടെയാണ് മൗസ് പോയിന്റ് നിൽക്കുന്നത് അതിന് ശേഷമുള്ളത്. പിന്നെ ഷോ ഓൾ റീജിയൻസ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ റീജിയൻസും ഷോ ചെയ്യാനാണ് ഇത്. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇത് ഒഴിവാക്കിയാൽ മതി. കണ്ടോ, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ മറക്കരുത്. വീണ്ടും പാസ്വേഡ് കൊടുക്കുക, ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു റിവ്യൂ ടാബിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യുക, അതുപോലെ തെസോറസസ് എങ്ങനെയാണ് ഒരു വേർഡിന് അതേ മീനിങ് ഉള്ള മറ്റൊരു വേർഡ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. അതുപോലെ വേർഡ് കൗണ്ട് നമുക്ക് മറ്റൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു വേർഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും കമന്റ്സ് ആഡ് ചെയ്യൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ട്രാക്ക് ചേഞ്ചസ് ഒക്കെ എങ്ങനെ വരുത്താന്നുള്ളതൊക്കെ നോക്കി. അതുപോലെ അവസാനം നമ്മൾ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നോക്കി. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.